പത്തനംതിട്ടയിൽ മകൻ അനിൽ ആന്റണി തോൽക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി താൻ പ്രചാരണത്തിന് പോയില്ലെങ്കിലും ആന്റണി ജയിക്കുമെന്നും ആന്റണി പറഞ്ഞു. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട, എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് സംസാരിക്കില്ല. എനിക്ക് പാട്ട് തോക്കണം, അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റണി ജയിക്കണം. അതാണ് എ കെ ആന്റണി കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ് ആണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ വായിച്ചിരുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന സംരക്ഷിക്കുന്നതിനെ കുറിച്ചും ഏറ്റവും വാചാലമായി സംസാരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കിയതിൽ യാതൊരു പങ്കുമില്ല. ഭരണഘടന ഉണ്ടാക്കിയതിൽ പങ്കില്ലെന്ന് മാത്രമല്ല, ഭരണഘടന ഉണ്ടാക്കുന്നതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിയുടെ പൂർവികന്മാർ എന്ന കാര്യം അങ്ങനെ മറക്കരുത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ്. സലീം, മക്കളെ പറ്റി പറയിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ആന്റണി പറഞ്ഞു. അനിൽ കെ ആന്റണി വേഴ്സസ് ആന്റണി പോരാട്ടത്തിൽ താൻ ആന്റണിക്കൊപ്പമാണ് എന്ന് പറയുകയും ചെയ്തു. വിമർശന സ്വഭാവത്തിലുള്ള പല കാര്യങ്ങളും എ കെ ആന്റണി പറയുകയുണ്ടായല്ലോ. ക്രിസ്റ്റീന, കഴിഞ്ഞ ഏറെ നാളുകൾക്കിടയിൽ എ കെ ആന്റണി നടത്തിയ കംപ്ലീറ്റ് പൊളിറ്റിക്കലായ ഒരു വാർത്താ സമ്മേളനമാണ് അല്പസമയം മുൻപ് കഴിഞ്ഞത്. മാത്രമല്ല, മുൻപ് പലതവണയും എ കെ ആന്റണി അനിൽ ആന്റണിയെ തള്ളിപ്പറയുകയും അനിൽ ആന്റണിയുടെ BJP പ്രവേശനത്തെ തള്ളിപ്പറയുകയും ചെയ്തെങ്കിലും ഇത്രയും ശക്തമായ ഭാഷയിൽ വിമർശനത്തോടുകൂടി തള്ളിപ്പറഞ്ഞത് ഇതാദ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിൽ ആന്റണിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അനിൽ ആന്റണിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ മക്കളൊക്കെയും BJPയിൽ പ്രവേശിക്കുന്നത് തെറ്റല്ലേ എന്ന ചോദ്യത്തിന് മക്കളെക്കുറിച്ച് കൂടുതൽ പറയിക്കരുത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, അത് വിരോധാഭാസമാണോ എന്ന ചോദ്യത്തിന് വിരോധാഭാസമല്ല, അതിനപ്പുറം വലിയ തെറ്റാണ് എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, മകൻ ജയിക്കണമോ എന്നൊരു താല്പര്യമെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ജയിക്കരുത് എന്ന് മാത്രമല്ല 3ാം സ്ഥാനത്താവണം എന്നുള്ളതാണ് ആഗ്രഹം. പത്തനംതിട്ടയിൽ താൻ പ്രചരണത്തിന് പോകാതെ തന്നെ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും, അതിലൊരു സംശയവുമില്ല. 2019 BJPക്ക് കിട്ടിയ വോട്ട് പോലും കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥിക്കും BJPക്ക് ഇത്തവണ കിട്ടില്ല എന്നുകൂടി എ കെ ആന്റണി വ്യക്തമാക്കുന്നു. BJPയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു 2019, അത് കഴിഞ്ഞു. ഇനി കേരളത്തിൽ BJPക്ക് ഒരു സുവർണ്ണ കാലഘട്ടം ഇല്ല എന്നുള്ളത് കൂടി പറയുന്നു. അങ്ങനെ മകന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് താൻ പോകില്ല എന്ന സൂചന കൂടി മകനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് താൻ പോകില്ല എന്നൊരു സൂചന കൂടി എ കെ ആന്റണി നൽകുന്നുണ്ട്. അതിന് വിശദീകരണമായി അദ്ദേഹം പറയുന്നത്, തിരുവനന്തപുരം വിട്ട് താൻ പുറത്തേക്ക് പോയിട്ട് കുറെ കാലമായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ഒപ്പം ഉമ്മൻചാണ്ടിയുടെ മരണത്തിലും മാത്രമാണ് ജില്ല വിട്ട് പുറത്തു പോയത്. തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും താൻ ഇത്തരത്തിൽ വാർത്താ സമ്മേളനങ്ങളിലൂടെയും ഇടപെടാൻ കഴിയുന്ന സ്ഥലങ്ങളിലൂടെയും കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും. ആന്റണി തനിക്ക് പാർട്ടിയാണ് മതം, അതുകൊണ്ട് തന്നെ അനിൽ ആന്റണി മത്സരിച്ചാലും ആര് മത്സരിച്ചാലും ശരി ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. മാത്രമല്ല, കേരളത്തിലെ എല്ലാ സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നതുൾപ്പെടെ എ കെ ആന്റണി വ്യക്തമാക്കി. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സർക്കാർ വിമർശനം, കേരള സർക്കാരിനെതിരെയാണ് ഏറ്റവും കൂടുതൽ വിമർശനം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ദിവസവും ഭരണഘടനയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയാണ്. പക്ഷേ ഭരണഘടനയെക്കുറിച്ച് പറയാൻ അർഹതയുള്ളത് കോൺഗ്രസിനും BR അംബേദ്കറിനും മാത്രമാണ്. ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ നിലയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണഘടനയെക്കുറിച്ച് പറയാൻ ഒരു അവകാശവുമില്ല. അതിനെന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ കോൺഗ്രസിന് എന്തും ചെയ്യാവുന്ന സമ്പൂർണ്ണ ഭൂരിപക്ഷമുള്ള ഒരു സമിതി, ഭരണഘടനാ സമിതി രൂപീകരിച്ച ഭരണഘടനയാണ്. അതിനെ വിമർശിക്കാനോ അതല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് നേതാക്കൾക്കാണ് ഉള്ളത് എന്നുള്ള വിമർശനം കൂടി നടത്തുകയും ചെയ്തു. മാത്രമല്ല, സർക്കാരിന്റെ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങൾ എ കെ ആന്റണി മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു. ക്രിസ്റ്റീന, ശരി, സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയായിരുന്നു എ കെ ആന്റണി. ഒപ്പം തന്നെ അനിൽ കെ ആന്റണിക്കെതിരായും വിമർശനങ്ങൾ ഉന്നയിച്ചു. അനിൽ കെ ആന്റണി പത്തനംതിട്ടയിൽ 3ാം സ്ഥാനത്തെത്തണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും എ കെ ആന്റണി പറഞ്ഞു. വിശദാംശങ്ങൾ നൽകിയത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്.